തിയേറ്റർ സ്റ്റഡീസിൽ തന്നെ മൊഡ്യൂൾ 1 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിയേറ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. മൊഡ്യൂൾ 1 കുറിച്ച് ഓവറോൾ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്ത് തന്നെ ടൈപ്സ് ഓഫ് തിയേറ്റേഴ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എലിസബീതൻ സ്റ്റേജ് ആണ്. അപ്പം എലിസബീതൻ സ്റ്റേജ് അല്ലെങ്കിൽ എലിസബീതൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ക്യൂൻ എലിസബത്തിൻ്റെ സമയത്താണ് ഫ്ലറിഷ് ചെയ്തത്. അതായത് 1558 to 1603. അപ്പം ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ എന്നാണ് എലിസബീതൻ ഏജ് അറിയപ്പെടുന്നത്. സ്റ്റേജസ് എന്ന് പറയുന്നത് ഓപ്പൺ എയർ ആയിട്ടുള്ള സ്റ്റേജസ് ആയിരുന്നു, അല്ലെങ്കിൽ ആംഫി തിയേറ്റേഴ്സ് എന്ന് നമ്മൾ പറയും. ദ ഗ്ലോബ്, ദ തിയേറ്റർ, ഇതൊക്കെയാണ് ആ സമയത്തുണ്ടായിരുന്ന തിയേറ്റേഴ്സിൻ്റെ പേരുകൾ. ഓക്കെ, ബ്ലാങ്ക് വേർഡ്സിലായിരുന്നു അന്നത്തെ ഡ്രാമാസ് എല്ലാം എഴുതിയിരുന്നത്. ഹ്യൂമൻ ഇമോഷൻസിനും റിലീജിയസ് തീംസിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. പവർ, ഫെയ്റ്റ്, ലവ്, റിവെഞ്ച്, ആംബീഷൻ, ഇതൊക്കെയായിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്ന തീംസ് എന്ന് പറയുന്നത്. സോളിലക്കീസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഇന്നർ തോട്ട്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേ ആണ് സളിലക്കി എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാരക്ടർ ഓഡിയൻസിന് കേൾക്കാൻ വിധത്തിലുള്ള പാകത്തിൽ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. വേറെ ക്യാരക്ടേഴ്സിന് ഇത് കേൾക്കാൻ സാധിക്കുകയില്ല. അതാണ് സളിലക്കി. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ സൈക്കോളജി എന്താണെന്നും അയാളുടെ ഇന്നർ തോട്ട്സ് എന്താണെന്നും ഹൗ ഡസ് ഹിസ് മൈൻഡ് വർക്ക് എന്നുള്ള കാര്യവും നമുക്ക് ഫ്രം ദി സളിലക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാംലെറ്റിൻ്റെ, ഷേക്സ്പിയറിൻ്റെ പ്ലേസിലാണ് സളിലക്കീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളത്. ഷേക്സ്പിയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ ആയിട്ടുള്ള ഹാംലെറ്റിനകത്ത് നമ്മുടെ പ്രിൻസ് ഹാംലെറ്റിൻ്റെ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള സോളിലോക്കിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ, വളരെ ഫേമസ് ആയിട്ടുള്ളത്. ആ ഒരു ഹാംലെറ്റിനകത്ത് ഒരുപാട് സോളിലോക്കീസ് ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞ് ഹാംലെറ്റ് ലൈഫിനെക്കുറിച്ചും ഡെത്തിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു സളിലക്കിയാണത്. പിന്നെ മിനിമൽ സീനറി ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇലാബറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസും പ്രോപ്പർട്ടീസും ഒക്കെ യൂസ് ചെയ്തിരുന്നു അവർ. ട്രാജഡിയും കോമഡിയും മിക്സ് ചെയ്ത് യൂസ് ചെയ്തിരുന്നു. വില്യം ഷേക്സ്പിയർ, ക്രിസ്റ്റഫർ മാർലോ, ബെൻ ജോൺസൺ, ഇവരൊക്കെയായിരുന്നു ആ സമയത്തൊക്കെ ഈ ഡ്രമാറ്റിസ്റ്റുകളെന്ന് പറയുന്നത്. ഈ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ആ എലിസബത്തൻ സമയത്ത് ഈ തിയേറ്റേഴ്സ് വന്ന സമയത്ത് റിനസൻസ് എന്നുള്ള ആ ഒരു സ്പിരിറ്റായിരുന്നു ആ സമയത്ത് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ റിനസൻസ് എന്ന് വെച്ചാൽ ഒരു പുതിയ കൈൻഡ് ഓഫ് എവേക്കനിങ് എല്ലാ മേഖലകളിലും. അപ്പോൾ റിനസൻസ് ആളുകളുടെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇൻഡിവിജ്വൽ തോട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മാനിൻ്റെ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോർ ചെയ്യുക, സയൻറ്റിഫിക് എൻക്വയറി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ആ സമയത്ത് നിലകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ എലിസബത്തൻ തിയേറ്ററിനകത്തും ഇങ്ങനെയുള്ള തീംസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് റെസ്റ്റോറേഷൻ തിയേറ്ററാണ്. ചാൾസ് ടൂവിനെ അതായത് ചാൾസ് ഫസ്റ്റിൻ്റെ തല വെട്ടിക്കളഞ്ഞു. അതിനുശേഷം ചാൾസ് ടൂവിനെ 1660 തിരികെ കൊണ്ടുവരുവാണ് മൊണാർക്കി, അതായത് രാജവംശത്തിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പം പ്യൂരിറ്റൻസ്, ആ ഒരു ചാൾസ് ഫസ്റ്റിൻ്റെ തല വെട്ടി 1649 ആ ഒരു പീരീഡ് തൊട്ട് 1660 വരെ പ്യൂരിറ്റൻസ് ആയിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്യൂരിറ്റൻസിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് അവർ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഈ റിലീജിയസ് എന്താ പറയുക, പിന്നെ ഒരു കറൻറ്റ് ഓഫ് ഫനാറ്റിക്സ് ആണ്. അതായത് ഈ യാതൊരു വിധത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും ഒന്നും കാണത്തില്ല. തിയേറ്റേഴ്സോ അല്ലെങ്കിൽ ഡ്രാമാസോ ഒന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എല്ലാ വിധത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും അവർ ക്ലോസ് ചെയ്തിരുന്നു. അവർ റിലീജിയന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ക്രിസ്ത്യൻ ടീച്ചിങ്സിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ സമയത്തൊന്നും ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, ഒരു പ്ലേയോ ഒരു നാടകമോ ഒന്നും ഇല്ല. അപ്പോൾ ചാൾസ് ടൂവിനെ റീസ്റ്റോർ ചെയ്ത് 1660 ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൊണാർക്കി റീസ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ക്ലോസ് ചെയ്തിരുന്ന തിയേറ്റേഴ്സ് എല്ലാം റീ ഓപ്പൺ ചെയ്തു. അപ്പോൾ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഡ്രമാറ്റിക് ജാണർ ആ സമയത്ത് വന്നു. അതായത് ഈ വളരെ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഹിപ്പോക്രസിയെയും അവരുടെ സെക്ഷൽ ഇൻട്രീഗ്സിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് വന്നതാണ് കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡോർ സ്റ്റേഡിയം ആയിരുന്നു, അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേജസ് ആയിരുന്നു, ആർച്ച് ലൈക്ക് സ്റ്റേജസ് ആയിരുന്നു, ഇലാബറേറ്റ് ആയിട്ടുള്ള സീനറി ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് ഒക്കെ നമുക്ക് മൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ആ സമയത്താണ് ഈ എലിസബത്തൻ തിയേറ്ററിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒന്നും വരത്തില്ലായിരുന്നു. അതായത് ഫീമെയിൽ ആയിട്ടുള്ള ആളുകളൊന്നും, അതായത് സ്ത്രീകൾ ആക്ട് ചെയ്യാൻ വരത്തില്ല. അതിന് പകരം എലിസബത്തൻ ഏജിൽ അല്ലെങ്കിൽ എലിസബത്തൻ തിയേറ്ററിൽ ആണുങ്ങൾ, യങ് ബോയ്സ് ആയിരുന്നു സ്ത്രീകളുടെ പാർട്ട് എടുക്കുന്നത്. പക്ഷേ റെസ്റ്റോറേഷൻ ആയപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് വെച്ചാൽ സ്ത്രീകൾ സ്റ്റേജിൽ ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റി, നാടകത്തിലൊക്കെ അഭിനയിക്കാൻ വന്നു. ലവ്, മാരേജ്, ഡിസെപ്ഷൻ, വളരെ വിറ്റി ആയിട്ടുള്ള ഡയലോഗ്സ്, ഈ കൗണ്ടർ ഡയലോഗ്സ് എന്ന് പറയത്തില്ല നമ്മൾ, തറുതല പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡയലോഗ്സ്, സെക്ഷൽ ഹ്യൂമറൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ തുടങ്ങി ഈ കോമഡി ഓഫ് മാനേഴ്സിനകത്ത്. ഹീറോയിക് ട്രാജഡീസ് ഡെവലപ്ഡായി. വില്യം കോൺക്രീവ്, ആഫ്ര ബെൻ, ജോർജ് എത്റേജ്, ഇവരൊക്കെയായിരുന്നു ആ സമയത്തെ പ്ലേ റൈറ്റുകൾ. ഫേമസ് വർക്ക് എന്ന് പറയുമ്പോൾ വില്യം കോൺക്രീവിൻ്റെ ദ വേ ഓഫ് ദ വേൾഡ്, പിന്നെ ആഫ്ര ബെന്നിൻ്റെ ദ റോവർ,
ജോർജ് എത്രീജിൻ്റെ ദ മാൻ ഓഫ് മോഡ്. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോമഡി ഓഫ് മാനേഴ്സ് അല്ലെങ്കിൽ ഫേമസ് വർക്ക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നതെന്ന് പറയുന്നത്. സറ്റയറിക്കൽ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വന്നിരുന്നു. ഇനി അടുത്ത എപ്പിക് തിയേറ്ററാണ്. ബെർട്ടോൾട്ട് ബ്രെറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ഡെവലപ്പ് ചെയ്ത് 1920s. അതൊരു പൊളിറ്റിക്കൽ തിയേറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മോറൽ മെസ്സേജ് കൊടുക്കുന്ന തിയേറ്റർ ആയിരുന്നു എപ്പിക് തിയേറ്റർ. അതായത് ഓഡിയൻസിൻ്റെ ഉള്ളിൽ ഒരു ഇൻ്റലക്ച്വൽ തിങ്കിങ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരിക. ഇമോഷണലി ഓഡിയൻസിന് എൻഗേജ്ഡ് ആവുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് കാണത്തില്ല. അതായത് ഇമോഷണലി എൻഗേജ് ഓഡിയൻസിനെ പിടിച്ചിരുത്തി അവർ മതിമറന്ന് കഥ കാണുന്ന കാര്യങ്ങളൊന്നുമില്ല. അവരെ കൊണ്ട് ചിന്തിപ്പിച്ച്, അവരെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച്, ഒരു ലോജിക്കാലിറ്റി ഇല്ലാതെ, ഒരു ബിഗിനിങ് പ്രോപ്പർ മിഡിൽ പ്രോപ്പർ കൺക്ലൂഷൻ ഇല്ലാത്ത പോലത്തുള്ള ഒരു പ്ലേസാണ് എപ്പിക് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഏലിനേഷൻ ഇഫക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസിങ് ഇഫക്റ്റ് എന്ന് പറയാം. അപ്പം അതായത് ഈ ഓഡിയൻസിൽ നിന്നും ക്യാരക്ടേഴ്സിനെ വേർതിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇടുന്ന രീതിയിലുള്ളൊരു ടെക്നിക്കാണ്. എസ്ട്രേഞ്ച്മെൻറ്റ് എഫക്റ്റ് എന്നും വെർ ഫ്രം ഡങ്സ് ഇഫക്റ്റ് എന്നും ഒക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. ഏലിനേഷൻ ഇഫക്റ്റ്, അതായത് ക്യാരക്ടേഴ്സും ഓഡിയൻസും തമ്മിലൊരു മിംഗ്ലിങ് അവിടെ സാധ്യമാവത്തില്ല. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമ്മളങ്ങ് മുഴുകിയിരിക്കും. പക്ഷേ ഇതിനങ്ങനല്ല. ക്യാരക്ടേഴ്സും ഓഡിയൻസും തമ്മിലൊരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ഓഡിയൻസിന് അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം അവിടെ എന്താ നടക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ ടെക്നിക്കുകൾ എന്ന് പറയുമ്പോൾ നറേഷനുണ്ട്. ഡയറക്റ്റായിട്ട് ഓഡിയൻസിന് ക്യാരക്ടേഴ്സിൻ്റെ ഓരോ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. പ്ലക്കാർഡ്സ് യൂസ് ചെയ്യാം. സോങ്സ് ഉണ്ട്. പിന്നെ സോഷ്യൽ ഇൻജസ്റ്റിസ്, ക്ലാസ് സ്ട്രഗിൾ, ക്യാപിറ്റലിസത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് തീംസ് ആയിട്ട് വന്നത്. ഈ ബെർട്ടോൾട്ട് ബ്രെറ്റ് എന്നുള്ള പ്ലേ റൈറ്റിൻ്റെ തന്നെ മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ ആണ്. ദ കൊക്കേഷ്യൻ ചോക്ക് സർക്കിൾ, ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഈ അരിസ്റ്റോട്ടിൽ പറഞ്ഞ യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് ആക്ഷൻ ഇതിനകത്ത് വരത്തില്ല. സീൻസ് എല്ലാം എപ്പിസോഡിക് സീൻസ് ആയിരിക്കും. പിന്നെന്താണ്, ക്യാരക്ടേഴ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അവർ ഈ സോഷ്യൽ പൊസിഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽസിനെ അല്ല. അപ്പോൾ തിയേറ്ററിനെ ഒരു മീൻസ് ഓഫ് സോഷ്യൽ എഡ്യൂക്കേഷനായിട്ടാണ് എപ്പിക് തിയേറ്ററിൽ കാണുന്നത്. ഇനി പ്രോബ്ലം പ്ലേ ആണ് അടുത്തത്. ഹെൻറിക് ഇബ്സൺ ആണ് പ്രോബ്ലം പ്ലേ പോപ്പുലറൈസ് ചെയ്തത് 19th century യൂറോപ്പിൽ. സോഷ്യൽ, മോറൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ വളരെ റിയലിസ്റ്റിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സിലൂടെയും റിയലിസ്റ്റിക്കലായിട്ടുള്ള ഡയലോഗിലൂടെയും ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്തു. മിഡിൽ ക്ലാസ് ലൈഫ്, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ആളുകളുടെ ഹിപ്പോക്രസി, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. തീംസ് ആയിട്ട് ജെൻഡർ ഇൻഇക്വാളിറ്റി, മാരേജ്, മൊറാലിറ്റി, സൊസൈറ്റൽ പ്രഷർ, ഇതൊക്കെയാണ് വന്നത്. ഹെൻറിക് ഇബ്സൻ്റെ തന്നെ എ ഡോൾസ് ഹൗസ് എന്നുള്ളൊരു പ്ലേ ഉണ്ട്. പിന്നെ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. ഇതൊക്കെയാണ് ക്ലാസിക് എക്സാമ്പിൾസ്. ജോർജ് ബെർണാഡ് ഷോയും പ്രോബ്ലം പ്ലേസ് എഴുതിയിട്ടുണ്ട്. മിസ്സസ് വാരൻസ് പ്രൊഫഷൻ പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ എ ഡോൾസ് ഹൗസ് എന്നുള്ള ഹെൻറിക് ഇബ്സൻ്റെ ആ ഒരു പ്ലേക്കകത്ത് നോറ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഹസ്ബൻഡിനെയും മക്കളെയും വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ലാസ്റ്റ് കാണിക്കുന്നത്. അവരെ ഇറങ്ങിപ്പോയി ആ ഒരു ഡോറ് ഷട്ട് ചെയ്യുന്ന സൗണ്ട് എല്ലായിടത്തും ഷിവർ ചെയ്ത് കേട്ടു എന്നാണ് പറയുന്നത്. സോ ആ ഒരു പ്ലേ എന്ന് വെച്ചാൽ ഇങ്ങനെ മോഡേൺ തീംസിലായിരിക്കും വെച്ചിരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള സെറ്റിങ്സ് ആയിരിക്കും. പിന്നെന്താണ്, നല്ല രീതിയിലുള്ള ഡയലോഗ്സ് ആണ്. പ്ലേ അവസാനം എൻഡ് ചെയ്യുന്നത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഓഡിയൻസിനെ തിങ്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ്. ദെൻ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് ആണ് അടുത്തത്, അല്ലെങ്കിൽ അബ്സേർഡ് തിയേറ്റർ. അത് വേൾഡ് വാർ II ശേഷം, വേൾഡ് വാർ II എന്ന് പറയുമ്പോൾ 1939 to 1945 ആണ്. അപ്പോൾ 1945 ശേഷം വന്നതാണ് ഈ അബ്സേർഡ് തിയേറ്റർ. അതിൻ്റെ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ, ഇത് കോയിൻ ചെയ്തത് മാർട്ടിൻ എസ്ലിൻ എന്ന് പറഞ്ഞൊരു ക്രിട്ടിക്കാണ്. അബ്സേർഡ് തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലേക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. വെച്ചാൽ നമ്മൾ എന്തിനോ വേണ്ടി ജീവിക്കുന്നു, നമുക്ക് ലൈഫിലൊരു മീനിങ്ങേ ഇല്ല, നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും. സോ നമ്മൾ ചുമ്മാ നടന്നങ്ങ് ജീവിക്കുന്നു. ഒരു മീനിങ്ലെസ് ആയിട്ടുള്ളൊരു ജീവിതമാണ് ഹ്യൂമൻ ബീങ്സിൻ്റേത്. അതാണ് അബ്സേർഡ് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്സേർഡ് ഫിലോസഫി എന്ന് പറയുന്നത്. സോ അതായിരിക്കും മിക്കവാറും ഉള്ള പ്ലേക്കകത്തെല്ലാം തീമായിട്ട് വരുന്നത്. പ്ലോട്ട് ലെസ്സാണ്, പ്ലോട്ട് കാണത്തില്ല. പ്ലോട്ട് എന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബിഗിനിങ്, മിഡിൽ പോർഷൻ, കൺക്ലൂഷൻ കാണത്തില്ല. മിക്സ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു ലോജിക്കാലിറ്റിയെ കാണത്തില്ല, ഒരു ഓർഡർ കാണത്തില്ല. നോൺ സെൻസിക്കൽ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും. ചിലപ്പോൾ വായിച്ച് നോക്കുന്ന നമ്മൾ വിചാരിക്കും ഇത് എന്തുവായി ഇത് എഴുതി വെച്ചേക്കുന്നത്, നോൺസെൻസ് ആണല്ലോ ഇതെന്ന്. റെപ്പറ്റേറ്റീവാണ്. ഡയലോഗ്സ് എല്ലാം ഒരു ക്യാരക്ടർ ചിലപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. വളരെ മിനിമലാണ് കമ്മ്യൂണിക്കേഷനൊക്കെ. തീംസ് വരുമ്പോൾ ഏലിനേഷനുണ്ട്, ഡെത്ത് ഉണ്ട്, നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ആ ഒരു മീനിങ്ലെസ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ റൈറ്റ്സ് എന്ന് പറയുന്നത് സാമുവൽ ബെക്കറ്റാണ്. പിന്നെ യൂജീൻ ഇനസ്കോ ഉണ്ട്, ഹെറോൾഡ് പിൻഡർ ഉണ്ട്. ഇപ്പം സാമുവൽ ബെക്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലേ ആണ് വെയിറ്റിംഗ് ഫോർ ഗോദോ.
വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നുള്ള വർക്കിനകത്ത് ഗോദോ എന്ന് പറയുന്ന ഒരാളെ തിരക്കി 2 പേര് ഇരിക്കുവാണ്, വ്ളാഡിമിറും എസ്ട്രജൻ എന്നുള്ളൊരു ക്യാരക്ടറും. അപ്പോൾ ഇവർ 2 പേര് ഈ ഗോദോയെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞ് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ അവർ തള്ളി നീക്കിക്കൊണ്ടിരിക്കുവാണ്. ഇവരുടെ ഡയലോഗ്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റെപ്പറ്റേറ്റീവാണ്, കുറച്ച് ലോജിക്കൽ, അതായത് ഒട്ടും ലോജിക്കില്ലാത്ത രീതിയിലുള്ള ഒരു കണക്ഷനും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഡയലോഗ്സുമാണ്, ക്യാരക്ടേഴ്സുമാണ്. ഇവർ റാൻഡമായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോദോ എന്ന് പറയുന്ന ക്യാരക്ടർ വരത്തുമില്ല. അതാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. പിന്നെ മിനിമൽ സെറ്റിംഗ് ആയിരിക്കും, അബ്സേർഡ് സിറ്റുവേഷൻസ് ആയിരിക്കും, സിംബോളിക്കലായിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് ഡോമിനേറ്റ് ചെയ്യുന്ന കഥ. ഓഡിയൻസിനെ എൻകറേജ് ചെയ്യും. എന്തിനാണ്? ലോജിക്കാലിറ്റിയെക്കുറിച്ചും അവരവരുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആ ഒരു വാറിന് ശേഷമുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഒരു വാർ ഹാപ്പൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്ട്രക്ഷനെക്കുറിച്ചും ആളുകളുടെ മൈൻഡിൽ അതിൻ്റെ ഫിയറും ആൻസൈറ്റിയും അതിൻ്റെ ആ ഒരു സ്ട്രെസ്സും ടോർച്ചർ ആ ഒരു കാര്യങ്ങളും എല്ലാം മൈൻഡിൽ ഇങ്ങനെ വരുമല്ലോ, ഒരു കൺഫ്യൂഷൻ വരുമല്ലോ, ഡിസില്യൂഷൻമെൻറ്റ്. അതാണ് ഈ ഒരു അബ്സേർഡ് പ്ലേക്കകത്ത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. ഇനി അടുത്ത സാൻസ്ക്രിറ്റ് തിയേറ്ററാണ്. സാൻസ്ക്രിറ്റ് തിയേറ്റർ ഒറിജിനേറ്റ് ചെയ്തത് ഏൻഷ്യൻ്റ് ഇന്ത്യയിലാണ്. ഭരതൻ്റെ നാട്യശാസ്ത്രയാണ് ഇത് കോഡിഫൈ ചെയ്തത്. ഇമോഷണലി എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്തിലൂടെ? രസ തിയറിയിലൂടെ അല്ലെങ്കിൽ രസായിലൂടെ. അതായത് ഇമോഷണൽ ഫ്ലേവർ എന്നാണ് രസയെ നമ്മൾ പറയുന്നത്. അതിലൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇമോഷണലി എലിവേറ്റ് ചെയ്യുക. ഹാർമണി, മൊറാലിറ്റി ഇതിനെയൊക്കെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. രസ തിയറിക്ക് 9 ഇമോഷൻസ് ആണുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ നവരസങ്ങൾ, അതാണ് രസ തിയറിക്കകത്ത് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന 9 ഇമോഷൻസ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രലോഗ് കാണും, ഒരു ഇൻ്റർലൂഡ് കാണും. പ്രലോഗിനെയാണ് നമ്മൾ പ്രസ്താവന എന്ന് വിളിക്കുന്നത്, ഇൻ്റർലൂഡിനെ നമ്മൾ വിഷുകമ്പ എന്ന് പറയുന്നു. കാളിദാസ, ഭാസ, ശൂദ്രക ഇവരൊക്കെയായിരുന്നു ഫേമസ് പ്ലേ റൈറ്റ്സ് ആ സമയത്ത്. കാളിദാസിൻ്റെ അഭിജ്ഞാന ശാകുന്തളമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കും ഡാൻസും പോയറ്റിക് ലാംഗ്വേജും ഈ ഡ്രമാറ്റിക് എലമെൻറ്റ്സിൽ വരുന്നുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ആക്ടേഴ്സ് ബോത്ത് പെർഫോം ചെയ്തിരുന്നു. ഒരു ഈസ്തറ്റിക് പ്ലഷർ ക്രിയേറ്റ് ചെയ്യുക, അല്ലാതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമല്ലായിരുന്നു സാൻസ്ക്രിറ്റ് തിയേറ്റർ നിലനിന്നിരുന്നത്. അതായത് രസം അനുഭവിക്കുക. അത് അടുത്ത മോഡേൺ ഇന്ത്യൻ തിയേറ്ററാണ്. മോഡേൺ ഇന്ത്യൻ തിയേറ്ററിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സമയത്ത് വന്നതാണ് മോഡേൺ ഇന്ത്യൻ തിയേറ്റർ. അതിനകത്ത് റിയലിസം ഒക്കെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഡ്രാമയുടെ ഇൻഫ്ലുവൻസും പാഴ്സി തിയേറ്ററിൻ്റെ ഇൻഫ്ലുവൻസും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സോഷ്യൽ, പൊളിറ്റിക്കൽ, പിന്നെ കാസ്റ്റ്, ജെൻഡർ, കൊളോണിയലിസം ഇതൊക്കെയായിരുന്നു തീമായിട്ട് വന്നുകൊണ്ടിരുന്നത്. വളരെ റിയലിസ്റ്റിക്കലായിട്ടുള്ള ഡയലോഗ്സ്, റീജിയണൽ ലാംഗ്വേജസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡ്രാമ വന്നു. ലോക്കൽ തീംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഗിരീഷ് കർണാട്, വിജയ് ടെണ്ടുൽക്കർ, ബാദൽ സർക്കാർ ഇവരൊക്കെയായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേ റൈറ്റ്സ്. ഗിരീഷ് കർണാടിൻ്റെ തുഗ്ലക്ക് എന്നുള്ള പ്ലേ ഉണ്ട്. പിന്നെ ഗിരീഷ് കർണാടിൻ്റെ തന്നെ കുറേ മിത്തോളജിക്കലായിട്ടുള്ള പ്ലേസ് ഉണ്ട്. പിന്നെ നാഗമണ്ഡല എന്നുള്ള പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ തുഗ്ലക്ക് എന്നുള്ള പ്ലേ. പിന്നെ സൈലൻസ്, ദ കോർട്ട് ഇസ് ഇൻ സെഷൻ എന്നുള്ളത് വിജയ് ടെണ്ടുൽക്കറിൻ്റെ ഒരു പ്ലേ ആണ്. ഫോക്ക് എലിമെൻറ്റ്സും സ്ട്രീറ്റ് തിയേറ്റർ എന്ന് വെച്ചാൽ തെരുവ് നാടകങ്ങൾ, അതെല്ലാം മിനിമം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഡയറക്റ്റ് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. സോഷ്യൽ റീഫോംസ്, നാഷണൽ ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻഷ്യൽ സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ആയിരുന്നു ഇതിനകത്തെ മേജർ ഇൻഫ്ലുവൻസ്. ഇനി അടുത്ത ഡയസ്പോറ തിയേറ്ററാണ്. ഡയസ്പോറ തിയേറ്റർ അല്ലെങ്കിൽ ഡയസ്പോറ റൈറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു രാജ്യങ്ങളിൽ പോയ ആളുകൾ താമസിക്കുമല്ലോ, ആ ഒരു നൊസ്റ്റാൾജിയ തീമായിട്ട് വരുന്നത്, ആ ഒരു ഹോംലെസ്നെസ്, ഹോം സിക്നെസ്, ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തോട്ട് മാറിയതല്ലേ, ആ ഒരു മൈഗ്രേഷൻ ഇഷ്യൂസ്, നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഇല്ലാതെ പോകുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, നമുക്കുണ്ടാകുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, നമ്മൾ എവിടെ ബിലോങ് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഇതൊക്കെയാണ് ഡയസ്പോറ തിയേറ്റർ എക്സ്പ്ലോർ ചെയ്തത്. അപ്പം മൈഗ്രേഷൻ, നൊസ്റ്റാൾജിയ, റേസിസം, ബിലോങ്ങിങ് ഇതൊക്കെയാണ് തീം. നമ്മുടെ ഹോംലാൻഡും നമ്മളിപ്പോൾ താമസിക്കുന്ന ആ ഒരു പ്ലേസും തമ്മിലുള്ളൊരു ടെൻഷൻ. മൾട്ടി ലിംഗ്വൽ ആൻഡ് മൾട്ടി കൾച്ചറൽ പെർഫോമൻസ് സ്റ്റൈലാണ്. പ്ലേ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഹനീഫ് ഖുറേഷിയുണ്ട്, മീര സയാലുണ്ട്, താനിക ഗുപ്തയുണ്ട്. വർക്കെന്ന് പറയുമ്പോൾ ഹനീഫ് ഖുറേഷിയുടെ മൈ ബ്യൂട്ടിഫുൾ ലോണ്ട്രി, പിന്നെ ദ വെയിറ്റിംഗ് റൂം എന്നും പറഞ്ഞ് താനിക ഗുപ്തയുടെ മറ്റൊരു പ്ലേ ഉണ്ട്. വെസ്റ്റേൺ തിയേറ്ററിക്കൽ ടെക്നിക്സ് പ്ലസ് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക്, അതിൻ്റെ മിക്സാണിത്. പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പോസ്റ്റ് കൊളോണിയൽ സ്ട്രഗിൾസ് ഉണ്ട്,
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൈഗ്രേഷൻ നടക്കുമ്പോഴുള്ള ഇഷ്യൂസ്, മെമ്മറി, ഓറൽ ഹിസ്റ്ററി, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇത് തിയേറ്റർ ഓഫ് ആങ്കർ ആണ്. തിയേറ്റർ ഓഫ് ആങ്കർ 1950s ബ്രിട്ടനിലാണ് വന്നത്. അത് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാറിന് ശേഷം ഉണ്ടായ ഒരു കൺഫ്യൂഷന് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ഇനിക്വാളിറ്റി, റിച്ച് ആൻഡ് പൂർ തമ്മിലുള്ള ഇനിക്വാളിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു റിയാക്ഷൻ പോലാണ് തിയേറ്റർ ഓഫ് ആങ്കർ വന്നത്. ഇത് ആംഗ്രി യങ് മാൻ മൂവ്മെൻ്റ് എന്നും പറഞ്ഞ് ലിറ്ററേച്ചറിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതുമായിട്ട് കണക്റ്റഡ് ആണ്. ആംഗ്രി യങ് മാൻ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ സമയത്തെ ക്യാരക്ടേഴ്സ്, ഈ ഒരു പ്ലേയിലെ ക്യാരക്ടേഴ്സ് എല്ലാം കുറച്ച് റിബൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പം വർക്കിംഗ് ക്ലാസിൻ്റെ ഫ്രസ്ട്രേഷൻ, ബോർഡം, ഈ അവിടെ ആ സമയത്തുണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരെയുള്ള ഒരു റിബല്യൻ, ഇതൊക്കെയാണ് ഈ തിയേറ്ററിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള സെറ്റിങ്സ് ആയിരിക്കും, അതായത് കുഞ്ഞ് ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ പബ്ബുകളിലൊക്കെ ആയിരിക്കും ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ റോ ആയിട്ടുള്ള ഇമോഷണൽ ഡയലോഗ്സ് ആയിരിക്കും ക്യാരക്ടേഴ്സ് പറയുന്നത്. ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ട്രാപ്ഡ് ഫീലിംഗ് ആയിരിക്കും അവർക്ക് ജീവിതത്തിലുള്ളത്. അവർക്ക് അങ്ങോട്ട് ഉയരാൻ പറ്റുന്നില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷനും കൺഫ്യൂഷനും ആങ്കറും. അപ്പോൾ ക്ലാസ് ബാരിയേഴ്സ് പറയുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേ എന്ന് പറയുന്നത് ജോൺ ഓസ്ബോണിൻ്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ ആണ് 1956. അതർ പ്ലേ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഹെറോൾഡ് പിൻറ്ററിൻ്റെ ഏർലി വർക്ക്സ് ഈ തിയേറ്റർ ഓഫ് ആങ്കറിനകത്ത് വരുന്നുണ്ട്. അർണോൾഡ് വെസ്കറിൻ്റെ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. ഏലിനേഷൻ, സോഷ്യൽ ഇൻജസ്റ്റിസ്, ജെൻഡർ കോൺഫ്ലിക്റ്റ്, മോറൽ ഡീകെ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇമോഷണലി കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്ലേസ് ആണ് തിയേറ്റർ ഓഫ് ആങ്കറിനകത്ത് വരുന്നത്. ഇനി ഫെമിനിസ്റ്റ് തിയേറ്ററാണ്. അതെന്ന് പറയുന്നത് 1960s 70s കാലഘട്ടത്തിലായിരുന്നു. പേട്രിയാർക്കിയെ ചലഞ്ച് ചെയ്യാനും ജെൻഡർ റോൾസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുമാണ് കൊണ്ടുവന്നത്. സ്ത്രീകളുടെ എക്സ്പീരിയൻസ്, അവരുടെ ബോഡി, അവർ ഫേസ് ചെയ്യുന്ന ഒപ്രഷൻ, അവർക്ക് വേണ്ട എംപവർമെൻറ്റ്, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഫീമെയിൽ വോയിസിനെ തിരികെ കൊണ്ടുവരിക, പെർഫോമൻസിലാണെന്നുണ്ടെങ്കിലും എല്ലാ തലത്തിലാണെന്നുണ്ടെങ്കിലും അവരെ റെപ്രസെൻറ്റ് ചെയ്യുക. നോൺ ലീനിയർ ആയിട്ടുള്ള നറേറ്റീവ്സ് ആണ്, അതായത് ലോജിക്കാലിറ്റി ഇല്ലാത്ത പോലെ മിക്സ് ചെയ്തിട്ടായിരിക്കും നറേറ്റീവ്സ് വരുന്നത്. ഒരു അതായത് ഇമേജസ് ഒരുപാട് യൂസ് ചെയ്യും. ഐഡൻറ്റിറ്റി, സെക്ഷുവാലിറ്റി, മദർഹുഡ്, റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് തീം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ മഞ്ജുള പത്മനാഭൻ ഫ്രം ഇന്ത്യ വരുന്നുണ്ട്, കരേൽ ചർച്ചിലുണ്ട്, ഇവരൊക്കെയാണ്. ഇപ്പോൾ കരേൽ ചർച്ചിൻ്റെ ടോപ്പ് ഗേൾസ് എന്ന് പറയുന്നത് ഒരു ഫേമസ് വർക്കാണ്. പിന്നെന്താണ്, 4 കളേർഡ് ഗേൾസ് എന്ന് പറഞ്ഞ അതായത് ടൊസാക്കെ ഷാങ്കിൻ്റെ എന്താ പറയുക 4 കളേർഡ് ഗേൾസ്, അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് വർക്കാണ്. മെയിൽ ഗെയ്സ്, അതായത് ആണുങ്ങളുടെ ആ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ ഫീമെയിൽ ബോഡിയെ, അതിനെ റിജക്റ്റ് ചെയ്യുന്നു. പിന്നെ എല്ലാ സ്ത്രീകൾ ക്യാരക്ടേഴ്സും, മിക്കവാറുള്ളതെല്ലാം സ്ത്രീ ക്യാരക്ടേഴ്സും കാണും. റിയലിസം, പ്രസ് പെർഫോമൻസ്, ആർട്ട്, പോയട്രി, ആക്ടിവിസം എല്ലാം ഇതിനകത്ത് കാണും. ഇനി എൻവയോൺമെൻറ്റൽ തിയേറ്ററാണ്. 1960s 70s ഇത് വന്നത്. റിച്ചാർഡ് ഷെയ്നറിൻ്റെ പെർഫോമൻസ് തിയറിയിലൂടെയാണ് ഇത് വന്നതെന്നാണ് പറയുന്നത്. അതായത് ആക്ടറും ഓഡിയൻസും തമ്മിലുള്ള ബാരിയർ കാണത്തില്ല, പെർഫോമൻസ് സ്പേസ് വളരെ ഇമ്മേഴ്സീവ് ആയിരിക്കും, എൻറ്റയർ എൻവയോൺമെൻ്റ് ആയിരിക്കും സ്റ്റേജായിട്ട് വരുന്നത്. ഒരു ഫിക്സഡ് ഓഡിയൻസ് കാണത്തില്ല, ഓഡിയൻസിനുള്ള ഒരു ഫിക്സഡ് ഓഡിയൻസ് ഏരിയ കാണത്തില്ല. പാർട്ടിസിപ്പേഷനും സ്പോണ്ടേനിറ്റിക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ട്രഡീഷണൽ സ്ക്രിപ്റ്റ് ഒന്നും ഫോളോ ചെയ്യത്തില്ല, പ്ലോട്ടും അങ്ങനെ ഫോളോ ചെയ്യത്തില്ല. ഇംപ്രവൈസേഷൻ, കയ്യിൽ നിന്നിട്ടിടുന്നതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ. പിന്നെ സൗണ്ട്, ലൈറ്റ്, സ്മെല്ല്, ഫിസിക്കൽ ഇൻട്രാക്ഷൻ, ഇതിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ്. ഇതിനെല്ലാം എൻഗേജ് ചെയ്തിരുത്തും. ആൻഡ് ഓൾസോ എന്താണ് പറയുന്നത്, സോഷ്യൽ, എക്കോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ തീംസാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, ഈ ഒരു ടൈപ്സ് ഓഫ് തിയേറ്റേഴ്സിനകത്ത് വരുന്നത്. തിയേറ്റർ ഫോംസ്, വേരിയസ് തിയേറ്റർ ഫോംസ് ആണ് ഞാനിപ്പോൾ മൊഡ്യൂൾ 1 തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്.